ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം വിഭവമാണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ബിന്ദുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഒരു 5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് വെള്ളം ആദ്യം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളയ്ക്കുന്നതിലേക്ക് ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ ഇതാണ്: ഏലക്കായ, കരയാമ്പൂവ്, പട്ട, പിന്നെ കുറച്ച് ബേ ലീവ്സ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. ഞാൻ അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ആ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി നന്നായിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. നമുക്ക് കളറ് വേണമെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു തുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. അരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അരി വേവ് നോക്കിയിട്ട് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. അരി ഒരുവിധം 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഞാനത് ഊറ്റി മറ്റേ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച 3 സവാളയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 അണ്ടിപ്പരിപ്പ്, 3 ഏലക്കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. മല്ലിപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും തൈരും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അധികം ആവശ്യത്തിന് ചേർത്താൽ മതി. നമ്മളത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. സവാള അധികം ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട. അപ്പോഴേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ചിക്കനിലേക്ക് അല്പം മല്ലിയില എല്ലാം വിതറിയിട്ട് നമുക്ക് അത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്നും കൂടി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മളുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനമാണ് അതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടത്
ഇളക്കി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിൽ അത് എങ്ങനെ ദമ്മിടാമെന്ന് നോക്കാം. ഞാനിവിടെ ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് നെയ്യ് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരാൻ പോയാണ്. കുറേശ്ശെ സവാള ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇളക്കി അത് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി വയ്ക്കാം. സവാള ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. സവാള എല്ലാം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് കോരാം. കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് വറുത്ത് കോരാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറും ചിക്കനും നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ വറുത്ത് വെച്ച നെയ്യിൻ്റെ ബാക്കിയാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. ഇനി അത് ആ അരി ഉണ്ടാക്കിയ ആ പാനിൽ തന്നെയാണ്, അലുമിനിയം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലെയർ ചോറിട്ടു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ് കുറേശ്ശെ വിതറി കൊടുക്കുകയാണ്. അല്പം മല്ലിയുടെ ഇലയും ഇടയിൽ വിതറുന്നുണ്ട്. കുറച്ച് നെയ്യ് തൂവി കൊടുക്കുകയാണ്. നമ്മളത് സവാളയൊക്കെ വറുത്ത് വെച്ച നെയ്യാണ് അത് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലെയർ ചോറ് അതിൻ്റെ മേലേക്ക് ഇടാം. അങ്ങനെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അല്പം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും റോസ് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ആ മസാലയോട് കൂടി തന്നെ നമ്മൾ ഇടണം. വീണ്ടും അതിലേക്ക് സവാള വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയുടെ ഇല വിതറി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുകയാണ്. വീണ്ടും അല്പം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. വീണ്ടും ചിക്കൻ്റെ ലെയർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ റൈസ് ഇട്ട് അവസാനത്തെ സെറ്റ് റൈസും കൂടി ഇട്ട് നെയ്യ് മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് ബാക്കി വന്ന മറ്റെല്ലാ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി മുകളിലേക്ക് ഇട്ട് നമ്മളത് ഗാർണിഷ് ചെയ്യാണ്. മല്ലിയില ഇടുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ബിരിയാണി റൈസും ചിക്കനും എല്ലാം നമ്മൾ ദമ്മിട്ടിട്ടുണ്ട്. നമ്മളതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ മൂടി പാത്രം കൊണ്ട് അത് മൂടിയിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് നമ്മളൊരു അരമണിക്കൂർ നമ്മൾ ഇത് ദമ്മിടാൻ വെക്കുകയാണ്. നമുക്കിനി ദമ്മ് വെച്ചിട്ടുള്ള ബിരിയാണി എന്തായെന്ന് നോക്കാം. വാവ്, അടിപൊളി, നന്നായി ദമ്മായിട്ടുണ്ട്. ഇനി നമുക്കത് പകർത്താം. നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് ഇടാം.
നമുക്കിനി ബിരിയാണി കഴിക്കുന്നതിന് പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് റൈത്ത കൂട്ടി നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.